റിപ്പോർട്ട് ബ്രേക്കിംഗ്. കണ്ണൂരിൽ ആത്മഹത്യ ചെയ്ത BLO അനീഷ് കടുത്ത സമ്മർദ്ദത്തിലെന്ന് കാട്ടി കോൺഗ്രസ് ബൂത്ത് ഏജന്റ് കളക്ടർക്ക് നൽകിയ കത്ത് പുറത്ത്. അനീഷ് വീടുകൾ കയറുന്നത് രാഷ്ട്രീയ പാർട്ടിയുടെ ഏജന്റിനൊപ്പമെന്ന് പരാതിയിൽ പറയുന്നു. അനീഷ് ജീവനൊടുക്കിയതിൽ രാഷ്ട്രീയ ഇടപെടലില്ലെന്നാണ് പക്ഷേ കുടുംബത്തിന്റെ മൊഴി. അഭിജിത്ത് മുഴക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഭിജിത്ത്, എന്താണ് ഈ പരാതിയിൽ കളക്ടർ കൊടുത്ത പരാതിയിൽ പറയുന്നത്? മറ്റൊരു രാഷ്ട്രീയ വ്യക്തിക്കൊപ്പം അല്ലെങ്കിൽ മറ്റ് വ്യക്തികൾക്കൊപ്പം ഇയാൾ പോകുന്നുണ്ട് എന്നാണോ പറയുന്നത്? രാഷ്ട്രീയ പാർട്ടിയുടെ ഏജന്റിനോടൊപ്പം പോകുന്നു എന്നൊരു പരാതി കോൺഗ്രസ് നേതാവ് ഉന്നയിച്ചിട്ടുണ്ടോ? അരുൺ, BLO ആയ അനീഷിന് നേരെ CPIM പ്രവർത്തകരുടെ ഭീഷണി ഉണ്ട് എന്നുള്ളതായിരുന്നു കോൺഗ്രസിന്റെ ആരോപണം. അത് തെളിയിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുണ്ട് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് ഒരു ഫോൺ സംഭാഷണം കഴിഞ്ഞ ദിവസം DCC പ്രസിഡന്റ് തന്നെ പുറത്തുവിട്ടത്. അതിൽ അനീഷും ഒപ്പം തന്നെ കോൺഗ്രസിന്റെ BLA ആയ വൈശാഖും തമ്മിലുള്ള സംഭാഷണമാണിത്. അതിൽ പറയുന്നുണ്ട് ചിലരുടെ ഭീഷണി തനിക്കു നേരെയുണ്ട്, അതുകൊണ്ട് കോൺഗ്രസ് BLA ആയ വൈശാഖ് തൻ്റെ ഒപ്പം വരണ്ട എന്നുള്ള കാര്യമാണ് ആ ഫോൺ സംഭാഷണത്തിലുള്ളത്. അങ്ങനെ ഒരു ഫോൺ സംഭാഷണം നടന്ന സമയത്ത് തന്നെ ഒരു പരാതി കലക്ടർക്ക് കോൺഗ്രസിന്റെ BLA ആയ വൈശാഖ് നൽകിയിരുന്നു. അതിൻ്റെ ആ പരാതിയുടെ പകർപ്പാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. അതായത് അനീഷ് മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ആ രീതിയിലുള്ള ഒരു സമ്മർദ്ദം അനീഷിനുണ്ടായിരുന്നു എന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസിന്റെ BLA ആയ വൈശാഖ് നൽകിയ പരാതിയാണിത്. ആ പരാതിയിൽ പറയുന്നത് ഇങ്ങനെയാണ് അരുൺകുമാർ. BLO ആയ അനീഷിനൊപ്പം CPMന്റെ BLA മാത്രം പോകുന്നു. അങ്ങനെ പോകുമ്പോൾ തന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കുന്നു. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം CPMന്റെ സമ്മർദ്ദമാണ്. കോൺഗ്രസ് BLO ആയ തന്നെ കൂടി ഈ അനീഷിന്റെ ഒപ്പം അയക്കണം, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഇടപെടൽ നടപടി അത് കലക്ടറുടെ ഭാഗത്ത് നിന്നുണ്ടാകണമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇങ്ങനെ ഒരു പരാതി വൈശാഖ് കലക്ടർക്ക് നൽകിയത്. അത് നവംബർ 8-നാണ് ആ പരാതി നൽകിയത്. ഈ പരാതി BLO ആയ അനീഷിന്റെ അറിവോടുകൂടി അയച്ചിരിക്കുന്നതാണോ? അരുൺ, അങ്ങനെയാണ് വൈശാഖ് പറയുന്നത്. ഇത്തരം ഒരു പ്രശ്നമുണ്ടായപ്പോൾ നിങ്ങൾ തന്നെ അതൊരു പരാതിയായി നൽകൂ എന്ന് അനീഷ് തന്നോട് പറഞ്ഞിരുന്നു എന്നാണ് ഇപ്പോൾ വൈശാഖ് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ അങ്ങനെ ഒരു പരാതി നൽകിയത് എന്നും വൈശാഖ് പറയുന്നുണ്ട്. ഇത് പോലീസ് സ്റ്റേഷനിൽ കൂടി ഇങ്ങനെ ഒരു പരാതി നൽകിയാലോ എന്ന് താൻ അനീഷിനോട് ചോദിച്ചിരുന്നു. പക്ഷെ പോലീസ് സ്റ്റേഷനിൽ നൽകേണ്ട, പകരം കലക്ടർക്ക്, ഭരണാധികാരിയായ കലക്ടർക്ക് പരാതി നൽകിയാൽ മതി എന്നാണ് അനീഷ് തന്നോട് പറഞ്ഞത് എന്നുമാണ് ഇപ്പോൾ വൈശാഖ് പറയുന്നത്. അത് വൈശാഖിന്റെ വാദമാണ് അരുൺകുമാർ.